ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക്. ഇന്ന് നമ്മൾ ചെയ്യാൻ പോകുന്നത് ഒരു ഹാൻഡ് എംബ്രോയ്ഡറി ഡിസൈനാണ്. കുർത്തിയുടെയും സൽവാറിൻ്റെയും ചുരിദാറിൻ്റെയൊക്കെ ഫ്രണ്ടിൽ ചെയ്തു കൊടുക്കാൻ പറ്റിയിട്ടുള്ള ഒരു ഡിസൈനാണ്. ഇതിപ്പോൾ ട്രെൻഡി ആയിട്ട് നിൽക്കുന്നതാണ്. വളരെ ഈസിയാണ് ചെയ്യാനായിട്ട്. അപ്പോൾ നമുക്കും ഇതിങ്ങനെ ചെയ്ത് നോക്കാം. അപ്പോൾ ഇതിനു വേണ്ടി ഞാൻ എടുത്തിട്ടുള്ളത് ഈ 3 കളേഴ്സാണ്. പിന്നെ സീക്വൻസ് വേണം, പിന്നെ ബീഡ്സും ഗോൾഡൻ ബീഡ്സാണ് എടുത്തിട്ടുള്ളത്. പിന്നെ നമ്മുടെ ഡിസൈന് ഞാനൊരു പേപ്പറിൽ വരച്ചു കൊടുത്തിട്ടുണ്ട്. ഇങ്ങനെ വരച്ചു കൊടുത്തിട്ടുണ്ട് പേപ്പറിൽ. ഇനി അത് ട്രേസിങ് പേപ്പർ വെച്ചിട്ട് നമ്മുടെ ക്ലോത്തിലേക്ക് പകർത്തി കൊടുക്കണം. ട്രേസിങ് പേപ്പറിൻ്റെ ആവശ്യമില്ല. നന്നായിട്ട് വരയ്ക്കാൻ അറിയുന്നവരാണെങ്കിൽ നേരിട്ട് തുണിയിലേക്ക് വരച്ചു കൊടുത്താലും മതി. ഡിസൈന് ഞാൻ ക്ലോത്തിലേക്ക് വരച്ചു കൊടുത്തിട്ടുണ്ട്. ഇപ്പോൾ ഇത് ഫ്രഞ്ച് നോട്ടൊക്കെ വെച്ചിട്ടാണ് ഈ ഡിസൈൻ ചെയ്യുന്നത്. ഇപ്പോൾ ഈ തുണിയിൽ നെക്ക് മെഷർ ചെയ്ത് വെച്ചിട്ടുണ്ട്. അവിടുന്ന് ഒരു 3 ഇഞ്ച് 4 ഇഞ്ചൊക്കെ അകലത്തിൽ നമുക്ക് ഈ ഡിസൈൻ ചെയ്ത് കൊടുക്കാം. അത് നിങ്ങളുടെ അളവിനനുസരിച്ച് ചെയ്ത് കൊടുത്താൽ മതി. ഇപ്പോൾ ഈ ഒരു ഡിസൈനിൽ കാണിച്ചിരിക്കുന്നത്, അപ്പോൾ അവിടെ ബീന്ന് മാർക്ക് ചെയ്തിട്ടുണ്ട്. അതിൽ ബ്ലൂ കളറാണ് കൊടുക്കുന്നത്. അതുപോലെ തന്നെ പീന്ന് കൊടുത്തതൊക്കെ പിങ്ക് കളേഴ്സ്. അപ്പോൾ ബി കൊടുത്തതെല്ലാം ബ്ലൂവും അതേപോലെ അതിൻ്റെ ഇടയിൽ പിങ്ക് കളറും നമ്മൾ കൊടുത്തിട്ട് ഫ്രഞ്ച് നോട്ട് വെച്ച് ചെയ്യണം. ആദ്യം നമുക്ക് സെൻറ്ററിലൊരു ബീഡ് വെച്ച് കൊടുക്കണം. ഒരു സ്റ്റിച്ചും കൂടെ കൊടുക്കണം. അപ്പോൾ അത് അവിടെ ആ ബീഡ് ശരിക്കും ഉറച്ച് നിൽക്കുള്ളൂ. ഇനി ഈ ബീഡിൻ്റെ ചുറ്റിനുമാണ് നമ്മൾ ഫ്രഞ്ച് നോട്ട് ഇട്ട് കൊടുക്കുന്നത്. അത് ആ റൗണ്ട് ഫുള്ളായിട്ട് നമ്മൾ നോട്ട് ഇട്ട് കൊടുത്തിട്ട് ആ ഒരു റൗണ്ട് കംപ്ലീറ്റ് ചെയ്യണം. ഇനി നമുക്ക് ഫ്രഞ്ച് നോട്ട് ഇട്ട് കൊടുക്കാം. അതിന് വേണ്ടിയിട്ട് ബ്ലൂ കളർ ത്രെഡ് 6 സ്ട്രാൻഡ്സാണ് എടുത്തിരിക്കുന്നത്. അപ്പോൾ ആ ഒരു മുത്തിൻ്റെ തൊട്ടടുത്തായിട്ട് തന്നെ നമുക്ക് നോട്ട്സ് ഇട്ട് കൊടുക്കണം. അപ്പോൾ അതിങ്ങനെ ചുറ്റി, എനിക്ക് കുറച്ച് വലിയ നോട്ട് വേണ്ടതുകൊണ്ട് ഞാനൊരു 4 ചുറ്റ് ചുറ്റുന്നുണ്ട്. ഇനി ആ നീഡിൽ ആ പോയിൻറ്റിൻ്റെ തൊട്ടപ്പുറത്ത്, കുറച്ച് അപ്പുറത്ത് കൊണ്ടുപോയിട്ട് വീണ്ടും ഇൻസേർട്ട് ചെയ്യുക. എന്നിട്ട് അടിഭാഗത്തൂടെ ഒന്ന് നന്നായിട്ട് വലിച്ചാൽ അവിടെ ഒരു നോട്ട് വീണോളും. ഇങ്ങനെയാണ് ഫ്രഞ്ച് നോട്ട് ചെയ്യുന്നത്. എല്ലാവർക്കും അറിയാവുന്നൊരു നോട്ടാണത്. ഒന്നുകൂടെ കാണിക്കാം. ആദ്യം ചെയ്തതിൻ്റെ തൊട്ടപ്പുറത്തൊന്ന് എടുത്തിട്ട് അതിൽ നിന്ന് നമ്മൾ ഈ നീഡിൽ വെച്ചിട്ട് ചുറ്റണം. ത്രെഡ് ചുറ്റിയിട്ട് ആ കുത്തിയെടുത്തതിൻ്റെ തൊട്ടപ്പുറത്തായിട്ട് വീണ്ടും ഒന്ന് സ്റ്റിച്ച് ചെയ്തിട്ട് താഴോട്ട് വലിക്കുക. നമുക്ക് ആ ഒരു റൗണ്ട് മുഴുവനായിട്ടും ഇതേ സ്റ്റെപ്പ് ഫോളോ ചെയ്യണം.
ഒരുപാട് ശക്തിയിൽ വലിച്ചാൽ ആ ഒരു നോട്ട് അതങ്ങനെ കുറച്ച് വിടർന്ന് നിൽക്കില്ല. ഇങ്ങനെ എല്ലാ നോട്ട്സും നമുക്ക് കംപ്ലീറ്റ് ചെയ്ത് കൊടുക്കണം. അടുത്ത് ലീവ് സ്റ്റിച്ചാണ് ചെയ്യുന്നത്. ലീവ് സ്റ്റിച്ചിന് ഞാൻ സിമ്പിൾ ബ്ലാങ്കറ്റ് സ്റ്റിച്ചാണ് ചെയ്യുക. നമ്മുടെ സാധാ സ്റ്റിച്ച് പോലെ തന്നെ ചെറിയൊരു ലോക്ക് ഇട്ട് കൊടുക്കുന്നൊരു വ്യത്യാസം മാത്രമേ ഉള്ളൂ. അപ്പോൾ അത് ചെയ്യുന്നത് എങ്ങനെയാണെന്ന് കാണിക്കാം. അപ്പോൾ ഒരു ഭാഗത്ത് നിന്ന് നമ്മൾ നീഡിൽ കുത്തിയെടുത്തിട്ട് സാധാ സ്റ്റിച്ച് കൊടുക്കുന്ന പോലെ മറുഭാഗത്തൂടെ വലിച്ചെടുക്കണം. അപ്പോൾ ഈ ലീവ് സ്റ്റിച്ചിന് വേണ്ടിയിട്ട് ഞാൻ 3 സ്ട്രാൻഡ്സാണ് എടുത്തിട്ടുള്ളത് നൂല്. ഒരുപാട് കട്ടിയായി കഴിഞ്ഞാൽ അത് ഭംഗി ഉണ്ടാവില്ല. അപ്പോൾ 3 സ്ട്രാൻഡ്സ് മതി. അപ്പോൾ ഇനി സ്റ്റിച്ച് ഇവിടുന്ന് കുത്തിയെടുത്തിട്ട് എപ്പോഴും നമ്മൾ നൂല് ആ നീഡലിൻ്റെ അടിഭാഗത്തായിട്ട് വരുന്ന പോലെ കൊടുക്കണം. ഇനി മറ്റു കൈ കൊണ്ട് ആ നൂല് വലിച്ചൊടിച്ചിട്ട് വീണ്ടും ഒരു സ്റ്റിച്ച് കൊടുക്കുക. അപ്പോഴും ആ നൂല് നീഡലിൻ്റെ അടിഭാഗത്ത് വരുന്ന പോലെ കൊടുക്കണം. ഇങ്ങനെ ആ വരച്ചിട്ടുള്ള പാർട്ട് നമുക്ക് കംപ്ലീറ്റ് ചെയ്യാം. ഓരോ സ്റ്റിച്ചും അടുപ്പിച്ചടുപ്പിച്ച് കൊടുക്കാൻ ശ്രദ്ധിക്കുക. അപ്പോഴായിരിക്കും അതിൻ്റെ കറക്റ്റ് ഒരു ഭംഗി വരുന്നത്. ഇതുപോലെ മുഴുവനായിട്ട് ചെയ്തെടുക്കണം. ഇങ്ങനെ എല്ലാ ലീവ്സും കംപ്ലീറ്റ് ചെയ്യണം. ഇനി നമുക്ക് അടുത്തത് നോക്കുന്നത് സീക്വൻ വെച്ചിട്ടുള്ള വർക്കാണ്. ഇപ്പോൾ ആ ബാക്കി വരുന്ന എല്ലാ ഗ്യാപ്പിലുമാണ് ഈ വർക്ക് ചെയ്ത് കൊടുക്കേണ്ടത്. അതിന് വേണ്ടിയിട്ട് ഞാൻ 2 സ്ട്രാൻഡ്സാണ് എടുത്തിട്ടുള്ളത്. അത് നമ്മൾ സാധാ ഫ്രഞ്ച് നോട്ട് ചെയ്യുന്ന പോലെ തന്നെയാണ്. അത് കൊടുക്കുന്നതിന് മുമ്പ് ജസ്റ്റ് അവിടെ ഒരു സീക്വൻ വെച്ച് കൊടുക്കണം. അതിനുശേഷം അതിന് മുകളിലായിട്ടാണ് ഈ നോട്ട് കൊടുക്കുന്നത്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് സീക്വൻ കയറാൻ പാകത്തിലുള്ളൊരു നീഡിലെടുക്കണം. ചെറിയ നീഡിൽ അതിന് വെച്ച് കൊടുത്തിട്ട് ജസ്റ്റ് അതേ ഒരു ഹോളിൽ തന്നെ വീണ്ടും നീഡിൽ കൊണ്ടുപോവുക. ഇങ്ങനെ എല്ലാം നമുക്ക് ചെയ്യണം.
സിമ്പിളായ സ്റ്റെപ്സ് മാത്രമേ ഉള്ളൂ ഈ ഒരു ഡിസൈനിന്. എല്ലാവർക്കും ചെയ്യാൻ പറ്റിയതാണ്. ഇതിൽ കൂടുതലായിട്ട് ഉപയോഗിക്കുന്നത് ഫ്രഞ്ച് നോട്ടാണ്. ഫ്ലവറിന് നമ്മൾ സാധാ നോട്ട് യൂസ് ചെയ്ത് ബാക്കിയുള്ള ഡിസൈനിൽ സീക്വൻ വെച്ചുകൊണ്ടും ഡിസൈൻ ചെയ്ത് കൊടുക്കുകയാണ്. ഇപ്പോൾ എല്ലാവരും ഈ ഡിസൈൻ ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം. നല്ല ഭംഗി ഉണ്ടായിരിക്കും കാണാനായിട്ട്. ഇതുപോലെ ബാക്കി വരുന്ന എല്ലാ സ്ഥലത്തും ഈ വർക്ക് ചെയ്തു കൊടുക്കണം. അപ്പോൾ എല്ലാവർക്കും പെട്ടെന്ന് തന്നെ ചെയ്യാൻ പറ്റിയിട്ടുള്ളൊരു ഡിസൈനാണിത്. സിമ്പിളാണ് ഇതിൻ്റെ സ്റ്റെപ്സൊക്കെ. അപ്പോൾ എല്ലാവർക്കും ഈ വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, അതുപോലെ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. താങ്ക്